കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ആഴ്ചവിടുന്ന ഒന്നാം ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് കൂടി വരുവാനും ദൈവസന്നിധിയിൽ പാട്ടുപാടുവാനും സങ്കീർത്തനങ്ങൾ ഗ്രഹിപ്പാനും എല്ലാം കർത്താവ് കൃപ നൽകി. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം നമുക്ക് നല്ലവനും വിശ്വസ്തനുമായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിലും കഴിഞ്ഞ ആഴ്ചകളിലൊക്കെയും ദൈവം നല്ലവനും വിശ്വസ്തനുമായിരുന്നു. അതുകൊണ്ട് നാം നശിക്കാതിരിക്കുന്നുവെന്ന് കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ കരുണയാലും അവൻ്റെ കൃപയാലും നാം നശിക്കാതിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ വിലയേറിയ സാന്നിധ്യം നമ്മളോട് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കേണ്ടതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവ് അപ്രകാരം നമ്മുടെ ജീവിതത്തിൽ നടത്തുമാറാകട്ടെ. കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് പ്രത്യാശയോടെ നമ്മളെ തന്നെ വിശുദ്ധീകരിച്ചും ശുദ്ധീകരിച്ചും ഒരുങ്ങിയിരിപ്പാനും ദൈവം നമുക്ക് കൃപ നൽകി തരുമാറാകട്ടെ. ഒരു വചനഭാഗം ചുരുക്കമായി ചിന്തിച്ച് കർത്താവിനെ ഇരിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 34, 35, 36 വചനഭാഗങ്ങൾ എഴുതിയിരിക്കുന്നത്: നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് സർവ്വഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കും. കർത്താവിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി നമ്മൾ കാണുന്നത് കർത്താവ് നമ്മളെ രക്ഷിച്ചു. കർത്താവ് നമുക്ക് സ്വർഗീയ പ്രത്യാശയെല്ലാം നൽകി, പാപമോചനം നൽകി, ഓരോ ദിവസവും നമ്മളെ മുമ്പോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. സ്വർഗീയ പ്രത്യാശയും നൽകിയിരിക്കുന്നു. എന്നാൽ ഈ സ്വർഗീയമായിരിക്കുന്ന ആ പ്രത്യാശയിൽ നമ്മൾ അകറ്റുവാൻ, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാതിരിപ്പാനും തക്കവണ്ണം മറ്റു വിധമായിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടത്തിവിടുവാൻ ശത്രു സദാസമയം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വചനം കൊരിന്ത്യലേഖനത്തിൽ പറയുന്നത് പോലെ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചു, ആ ഉപായത്താൽ അതിനെ വഞ്ചിച്ചു. ക്രിസ്തുവിൻ്റെ ഏകാഗ്രതയിൽ നിന്ന് അവളെ ആദ്യം പുറത്തു കൊണ്ടുവന്നതിന് ശേഷമായിട്ട് അവളെ കൊണ്ട് പാപം ചെയ്യിച്ചു. അങ്ങനെ അവരും മാനവരാശി ഒക്കെയും കർത്താവിന് സന്നിധിയിൽ കുറ്റക്കാരായി തീരുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് നമ്മൾ കാണുകയാണ്. അപ്പോൾ ദൈവത്തോടുള്ള ഏകാഗ്രതയിലാണ് അവർ ആദം ഹവ്വയെല്ലാം ആ ഏദൻ തോട്ടത്തിൽ താമസിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് കർത്താവിന് മാത്രമേ പരിചയമുള്ളൂ. കർത്താവുമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ. അവിടെ മാത്രമേ സന്തോഷമുള്ളൂ. കർത്താവുമായിട്ട് സംസാരിച്ചാൽ മതി, കർത്താവിൽ സന്തോഷം മതി. കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവിടെ തോട്ടത്തിൽ സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ ഏകാഗ്രത അവിടെ നിന്ന് കളയുവാനായിട്ട് ശത്രു അവരുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ അവർക്ക് തങ്ങൾക്കും ചില കാര്യങ്ങളൊക്കെയും നേടണം എന്നുള്ള ആഗ്രഹത്തോടെ നിങ്ങൾ ഇത് കഴിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആയിത്തീരുമെന്ന് പറഞ്ഞതിനെ വിശ്വസിച്ച് ഹൃദയത്തിൻ്റെ ഏകാഗ്രത തെറ്റിയോടുകൂടി അവരെ വഞ്ചനയിൽ അകപ്പെടുത്തുവാനായിട്ട് ശത്രുവിന് സാധിച്ചു എന്ന് കർത്താവിൻ്റെ വചനത്തിൽ കാണുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇത് നോക്കുകയും എങ്ങനെ രക്ഷപ്പെടും, ഇതിൽ നോക്കി രക്ഷപ്പെടുവാനായിട്ട് വചനം എഴുതിയിരിക്കുന്നത്: നിങ്ങൾ ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ, മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽക്കേണ്ടതിന് വേണ്ടി ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ എന്ന് കർത്താവിൻ്റെ വചനത്തിൽ കാണുകയാണ്. ഹൃദയം ഉണർന്നിരിക്കുകയാണ്. ചില കാര്യങ്ങളൊക്കെയും നമുക്ക് ഏറ്റവും താല്പര്യവും ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും, ആരും നമ്മൾ ഓർപ്പിക്കേണ്ട കാര്യമില്ല. അതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴും ഓർമ്മയുള്ളവരാണ്. അത് നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലെല്ലാം അത് വെളിപ്പെട്ട് വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു വിവാഹം കഴിക്കാനായിട്ട് പോകുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് നിനക്ക് നല്ല സന്തോഷം വരാൻ പോകണം, നിനക്ക് അങ്ങനെ നീ സന്തോഷിക്കുന്ന ആരും പറയേണ്ട കാര്യമില്ല. അവൻ്റെ ഹൃദയം എപ്പോഴും അതിന് സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് അവൻ്റെ ഉള്ളം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പുറമേയുള്ള സംസാരം അതാണ്. പുറമേയുള്ള പ്രവർത്തനങ്ങളൊക്കെ നോക്കിയാൽ അറിയാൻ അവൻ ആ വിവാഹ ദിവസത്തിന് വേണ്ടി അവൻ ഒരുങ്ങിയാണെന്ന് അവൻ്റെ സകല പ്രവർത്തനങ്ങളുടെയും ആകെത്തുക എടുത്ത് പരിശോധിച്ചാൽ ആളുകൾക്ക് മനസ്സിലാവും. അപ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ, ഭക്ഷണം കഴിക്കുന്നുണ്ടോ, വസ്ത്രം ധരിക്കുന്നുണ്ട്, മറ്റു പല കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നുണ്ടെങ്കിലും അതെല്ലാം ഈ സന്തോഷത്തിൻ്റെ ഇതിൽ നിന്നുകൊണ്ടുള്ള ഉപരിതലത്തിലുള്ള പ്രവർത്തനം മാത്രമേ ഉള്ളൂ. പിന്നെയോ അവൻ ലക്ഷ്യം വെച്ചിരിക്കുന്ന കാര്യത്തിന് വേണ്ടി അവൻ്റെ ഹൃദയം അത്രമാത്രം ഉണർന്നിരിക്കുക. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത് ഈ പല കാര്യങ്ങളും ഹൃദയത്തിലേക്ക് കൊണ്ടുവരും. ക്രിസ്തുവിൻ്റെ ഏകാഗ്രത തെറ്റിച്ച് കളയുവാനായിട്ട് മറ്റ് പല വിഷയങ്ങളും ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് ആ ദിവസത്തെ സ്വർഗീയ പ്രത്യാശയെ നശിപ്പിക്കുവാനുള്ള കാര്യങ്ങളൊക്കെയും മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ശത്രു സദാസമയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവമായിട്ട് ഒട്ടിച്ചേർന്നിരുന്ന ആദമിനെ ഹവ്വയ്ക്കെതിരെ അങ്ങനെ കൊണ്ടുവന്നുവെങ്കിൽ നമുക്കത് ഒരു ദൃഷ്ടാന്തമായിട്ട് വെച്ചതിന് ശേഷം പറയുകയാണ് എന്താണ്, ഇതാ കർത്താവ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും സർവ്വലോകത്തിനും സംഭവിക്കുന്ന എഴുതിയിരിക്കുന്നത്. അത് സർവ്വഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും.
അങ്ങനെ വരാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുന്നു. അതിനുവേണ്ടി മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽക്കേണ്ടതിന് വേണ്ടി നമ്മുടെ ഹൃദയം എപ്പോഴും ഉണർന്നിരിക്കട്ടെ, എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ എന്ന് കർത്താവിൻ്റെ വചനം പറയുകയാണ്. അപ്പോൾ ഹൃദയം അതിനെക്കുറിച്ച് സദാസമയം ബോധവാന്മാരാണ്. അതിനെക്കുറിച്ചുള്ള സന്തോഷം ഉണ്ടെങ്കിൽ നമ്മുടെ സംസാരത്തിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും ഒക്കെയും സദാസമയം അത് തന്നെ വെളിപ്പെട്ട് വരും. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ ചെയ്യുന്നതൊക്കെയും സുവിശേഷം നിമിത്തം ചെയ്യുന്നുവെന്ന് അപ്പോസ്തലനായ പൗലോസ് പലപ്പോഴും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിന് കാരണം എന്ന് വെച്ചാൽ ഏത് പ്രവർത്തനത്തിന് പോയാലും, നമ്മൾ കുറച്ച് മുമ്പ് ഉദാഹരണം കേട്ടതുപോലെ ശൗൽ യുദ്ധത്തിന് പോയി, പക്ഷേ ശൗലിൻ്റെ ലക്ഷ്യം ഉദ്ദേശവും കർത്താവിനെ പ്രസാദിപ്പിക്കുക എന്നുള്ളതല്ല, മനുഷ്യരെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഞാൻ ചെയ്യുന്ന സകലതും സുവിശേഷം നിമിത്തം ചെയ്യുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ആ സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധി, അത് മുഖാന്തരം ലഭിക്കാൻ പോകുന്ന നിത്യജീവൻ, അത് മുഖാന്തരം ലഭിക്കാൻ പോകുന്ന കർത്താവിൻ്റെ സന്നിധിയിലുള്ള സൗഭാഗ്യം, ഇതൊക്കെയും ഓർക്കുന്നത് കൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളിലും, എല്ലാ ശരീരത്തിൻ്റെ ഓരോ ചലനത്തിലും ആ പ്രത്യാശ ഉണ്ടായിരുന്നു നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആകയാൽ നമുക്കും മനുഷ്യത്വത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടതിന് വേണ്ടി ഹൃദയത്തിൻ്റെ ഏകാഗ്രത നഷ്ടപ്പെട്ട് പോകാതിരിക്കാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയം ഉണർന്ന് സ്വർഗീയ പ്രത്യാശയിൽ നമ്മുടെ ഹൃദയം ഉണർന്ന് നമുക്ക് കർത്താവുമായിട്ടുള്ള ഏറ്റവും അടുത്തൊരു ബന്ധത്തിലേക്ക് കടന്നു വരുവാനും കർത്താവ് നമുക്ക് കൃപ നൽകി തരുമാറാകട്ടെ. മോശയോട് മാത്രമല്ല കർത്താവ് അഭിമുഖമായിട്ട് സംസാരിക്കുന്നത്, പിന്നെ ഈ പുതിയ നിയമത്തിൽ വിശദീകരിക്കപ്പെട്ട എല്ലാ ഹൃദയങ്ങളോടും കർത്താവ് അഭിമുഖമായിട്ട് സംസാരിക്കാനായിട്ട് ഇടയായിത്തീരും. സദാസമയവും അങ്ങനെ ദൈവവുമായിട്ടുള്ള ആ ഒരു വിശ്വസ്തമായ ബന്ധത്തിലേക്ക് വന്ന് വരുവാനിരിക്കുന്ന ആ പ്രത്യാശയെക്കുറിച്ച് മാത്രം ഹൃദയമുണർന്ന് സകലവും സുവിശേഷ നിമിത്തം ചെയ്ത് നമ്മുടെ ഹൃദയത്തെ ഏകാഗ്രതയിൽ, കർത്താവിലുള്ള ഏകാഗ്രതയിൽ നിർത്തുമ്പോൾ നിശ്ചയമായിട്ട് നമുക്ക് മനുഷ്യത്വത്തിൻ്റെ മുമ്പിൽ നിൽക്കുവാനായിട്ട് സാധിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. അപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ചുരുക്കമായി പറഞ്ഞുകൊണ്ട് ശുശ്രൂഷാർത്ഥം ദാസനെ ഏൽപ്പിക്കുകയാണ്.